ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങൾ ഇന്ന് പോകുന്നത് കോർണിഷിലോട്ടാണ്. അവിടെ ഒത്തിരി കാഴ്ചകളുണ്ട് കാണാൻ. എന്നാലും ഞങ്ങൾ പോകുന്നത് അവിടുത്തെ ബീച്ച് സൈഡിലോട്ടാണ്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് അവിടെ എല്ലാവരും വന്ന് ചൂണ്ടയിടാറുണ്ട്. അല്ലോ അതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് ചൂണ്ടയില്ലെങ്കിലും ആരെങ്കിലുമൊക്കെ ചൂണ്ടയിടുന്നത് നോക്കി നിൽക്കാമല്ലോ. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ കുടുംബ വീട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ അവിടെ വെക്കേഷൻ ടൈം ആകുമ്പോൾ അണ്ണന്മാരൊക്കെ വന്നിട്ട് ചൂണ്ടയിടും. ചൂണ്ടയിട്ടില്ലെങ്കിലും അത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഇതാണ് ഇവിടുത്തെ ബീച്ച്. ഇത് കണ്ടാൽ കായൽ പോലെയുണ്ടല്ലേ? പ്രത്യേകിച്ച് ഞങ്ങൾ ആലപ്പുഴക്കാർക്ക് ഇത് കണ്ടാൽ വേമ്പനാട് കായൽ പോലെയൊക്കെ തോന്നും. തീരെയില്ലാത്ത കടലല്ലേ. ഇവിടെ ഇതിന് ചുറ്റും പാർക്ക്, മ്യൂസിയം, സ്റ്റേഡിയം, സൂക്ക് വാക്കിഫ് അങ്ങനെ നിരവധി പ്ലേസസ് ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ വന്ന ടൈമിൽ നല്ല കാറ്റുണ്ടായിരുന്നു ഇവിടെ. വിൻ്റർ ആയതുകൊണ്ട് ഈ ടൈമിൽ വരാം, നല്ല ക്ലൈമറ്റാണ്. ആ നേരെ കണ്ടതാണ് ഇവിടുത്തെ മ്യൂസിയം. ഇവിടെ നിറയെ ബോട്ടുകളുണ്ട്. ഈ ബോട്ടുകളൊക്കെ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. ഇവിടെ രാവിലെയും വൈകിട്ടും ഒക്കെ ഈ ബോട്ട് ഫിഷിങ്ങിന് പോയിട്ട് ആ മീൻ ഫ്രഷായിട്ട് ഇതിൻ്റെ ലാസ്റ്റ് തന്നെ ഒരു ഫിഷിംഗ് മാർക്കറ്റ് പോലെയുണ്ട്. അവിടുത്തെ സ്റ്റോളിൽ അവർ ഡയറക്റ്റ് കൊണ്ടിട്ടാണ് വിൽക്കുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് വാങ്ങിക്കാൻ പറ്റും. ഞങ്ങൾ ഒരു വട്ടം രാവിലെ വന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈവനിങ് ഒക്കെ വാക്കിങ്ങിന് വരാൻ പറ്റിയ പ്ലേസാണ് കേട്ടോ. നല്ല കാറ്റ് ഉണ്ട്, നല്ല വ്യൂവും കണ്ടിട്ട് അങ്ങനെ നടക്കാം. ഇനി അവിടെ നിന്ന് അങ്ങോട്ടും ഈ ബീച്ചിന് സൈഡിൽ ഫുള്ള് ഈ കൽപ്പടവുകളാണ്. നമുക്കവിടെ ഇരിക്കാം. കുറേ പേര് അവിടെ ഇരുന്ന് ചൂണ്ടയിടുന്നുണ്ട്. ഈ കൽപ്പടവുകൾ കാണുമ്പോൾ എനിക്ക് നമ്മുടെ അമ്പലക്കുളമാണ് ഓർമ്മ വരുന്നത്. ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു. ബട്ട് അങ്കു ഉള്ളതുകൊണ്ട് നമ്മൾ അധികം നേരം ഇരുത്തത്തില്ല. ആൾ ഇറങ്ങാണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ചൂണ്ടയിടുന്നതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അവിടെ കുറേ ചേട്ടന്മാരിരുന്ന് ചൂണ്ടയിടുന്നുണ്ട്. അവർക്ക് അതേപോലെ മീനും കിട്ടിയിട്ടുണ്ട്. അവരതെല്ലാം ആ കവറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളവിടെ പോയി നോക്കി. പക്ഷെ വലിയ ഫിഷൊന്നും ഇല്ല, എല്ലാം ചെറിയ ചെറിയ ഫിഷായിരുന്നു. കണ്ടില്ല, ഇതെന്താ ഫിഷൊന്നും എനിക്കറിയില്ല. അവരവിടെ നിന്ന് തന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് കൂടുതലും ബാച്ചിലേഴ്സാണ് വന്നിട്ട് ഈ ഫിഷിങ് നടത്തുന്നത്. അല്ലു ഇങ്ങനെ ഇൻഡിപെൻഡൻ്റായിട്ട് നടക്കുന്ന ആൾക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്കുവിന്. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കൈവിട്ട് നോക്കി. ബട്ട് ഞങ്ങളെ തിരിഞ്ഞു പോലും നോക്കാതെ ആൾ ഓടുന്ന ഓട്ടം കണ്ടില്ലേ. ഇത് കോർണിഷിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയ ബിൽഡിംഗ് ആണ്. ഇത് നൈറ്റ് ആകുമ്പോൾ കൂടുതൽ ഭംഗിയാണ്, ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട്. ഞങ്ങൾ പോയ സമയത്ത് നല്ല കാറ്റുണ്ടായിരുന്നു. അതാണ് ആ വെള്ളം അങ്ങനെ കൽത്തട്ടയിലോട്ട് അടിച്ച് കയറുന്നത്. ഞങ്ങൾ നേരെ പോകുന്നത് ഫിഷ് മാർക്കറ്റിലോട്ടാണ്. ഫ്രഷ് ഫിഷ് കിട്ടിയാൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ്. ഇവിടെ കുറേ സ്റ്റോൾസ് ഉണ്ട്. ഇവിടെ വന്നിട്ടാണ് ബോട്ട് വന്ന് അടുത്തിട്ട് രാവിലെയും ഈവനിങ് എനിക്കൊന്ന് ആഫ്റ്റർ 6 ആണ് ഇവിടെ സ്റ്റോൾസൊക്കെ ഓപ്പൺ ആവുന്ന ടൈം. ഈ ബോട്ടുകളൊക്കെയാണ് ഫിഷിങ്ങിന് പോകുന്നത്. ഇത് കഴിഞ്ഞ് വന്നിട്ട് അവർ വല കുടയുന്നതും മീനെ സെപ്പറേറ്റ് ചെയ്യുന്നതും എല്ലാം ഇവിടെ വെച്ചിട്ടാണ്. എന്നിട്ട് ഇവിടുന്ന് ഒരു ട്രോളിയിലാക്കിയിട്ടാണ് മാർക്കറ്റിൽ, ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ മാർക്കറ്റ്, അവിടെ കൊണ്ടുവന്ന് സ്റ്റോളിൽ ഇടുന്നതും വിൽക്കുന്നതും. അവർ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വലയും ബോക്സും ഒക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ 2 പേര് ഇന്ന് വല കുടയുന്നത് ഞാൻ കണ്ടിരുന്നു. ബട്ട് അതിൽ പ്രത്യേകിച്ച് മീനൊന്നും ഞങ്ങൾ കണ്ടില്ല. ഇവിടെ രാവിലെ വന്നാൽ നല്ല തിരക്കാട്ടോ. അവർ മീൻ സെപ്പറേറ്റ് ചെയ്യുന്നതും വല കുടയുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവരതേപോലെ നീറ്റായിട്ടും ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. ഈവൻ ബാഡ് സ്മെല്ല് പോലും ഇല്ല. ഇതൊക്കെ അവർ ക്രാബിനെ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കെണിയാണ്. അല്ലു ഇതൊക്കെ കണ്ട് എക്സൈറ്റഡ് ആണ്. പിന്നെ ഈ നടക്കുന്ന സ്ഥലമായാലും ഇറ്റ്സ് ലൈക്ക് ഫ്ലോട്ടിങ്, അനങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പേടിയുണ്ട് ആൾക്ക്. പിന്നെ ഇവിടെ കുറേ പേരിരുന്ന് ചൂണ്ടയിടുന്നുണ്ട്. അവരവിടെ ചൂണ്ടയിട്ട് ചെറിയ ചെറിയ മീനെ പിടിക്കുന്നതാണ് കണ്ടോ. വലുതൊന്നുമില്ല. അവർ ആ കവറിൽ കുറേ മീനുണ്ട്, അതെല്ലാം ചെറിയ സൈസാണ്.
ഞങ്ങളവിടെ കുറച്ച് നേരം നോക്കി നിന്നു കേട്ടോ, അവരും ചൂണ്ടയിടുന്നത്. ഞാൻ നോക്കിയപ്പോൾ അത് വളരെ ചെറിയ മീനാണ്. അങ്കു എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്ന വേറൊന്നുമല്ല, ആ കടലിൽ ചെറിയ ചെറിയ മീനുകൾ നമുക്ക് കാണാം. അവർ ചൂണ്ടയിടുന്ന ഈ ചെറിയ മീനെയാണ്, കണ്ടില്ലേ? ഈ മീനുകളെയാണ് അവർ ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലു അങ്കു ഇത് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കി നിൽക്കുകയാണ്. അവർ ചൂണ്ടയിടുന്നതിലും ഫാസ്റ്റിലാണ് അവർക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഫിഷിനെ. ഇപ്പം കിട്ടിയതും ചെറിയ മീനെ തന്നെയാണ്. ഇത് ഏത് മീനാണെന്നൊന്നും എനിക്കറിയില്ല. കുറേ നേരം ഞങ്ങൾ ആ കാഴ്ചകൾ കണ്ട് നിന്നിട്ട് പതിയെ നടന്നു. ആ ചേട്ടൻ ആ കവർ നിറച്ചിട്ടേ പോകത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ അത്ര ഫാസ്റ്റിലാണ് മീനെ കിട്ടുന്നത്. ജസ്റ്റ് താഴത്തോട്ട് ഇടുന്നു, അപ്പം തന്നെ പൊക്കി എടുക്കുന്നു. ഇവിടെ അതെ അവർ സ്റ്റോള് 2 ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സമയം 5:15 ആയതേ ഉള്ളൂ, ഇവിടെ ഇരുട്ടായി. ആക്ച്വലി 6 മണി കഴിഞ്ഞിട്ടാണ് എല്ലാ സ്റ്റോളുകളും ഇവിടെ തുറക്കുന്നത്. അവർ ബോട്ടിൽ നിന്ന് ആ ഫിഷിനെ എടുത്തിട്ട് നേരെ മാർക്കറ്റിലോട്ട് കൊണ്ടുപോവുക. ആൾക്കാർ പുറകെ പോകുന്ന കണ്ടില്ല. അവരത് അവിടെ വെച്ചിട്ട് അതിൻ്റെ പ്രൈസ് പറയും. അവിടെ വെച്ചിട്ട് തന്നെയാണ് അവർ സെല്ല് ചെയ്യുന്നത്. ഇതൊക്കെയായിരുന്നു ഫിഷ് ഞങ്ങൾ വാങ്ങിയില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച് വന്ന ഫിഷ് ഇല്ലായിരുന്നു. സോ ഫിഷ് വാങ്ങിയില്ല. പിന്നെ ആ ബോക്സിലിരിക്കുന്നത് ക്രാബാണ്. ഇവിടെ ഫീമെയിൽ ക്രാബ്, മെയിൽ ക്രാബ് എന്ന് പറഞ്ഞ് 2 സെപ്പറേറ്റ് ആയിട്ടാണ് വിൽക്കുന്നത്. ഫീമെയിൽ ക്രാബിന് പൈസ കൂടുതലും, മെയിൽ ക്രാബിന് പൈസ കുറവുമാണ്. ഫീമെയിൽ ക്രാബിന് ഫ്ലഷ് കൂടുതലാണ്, മെയിൽ ക്രാബിന് അത്രയും ഫ്ലഷ് ഇല്ല. അതാണ് 2 സെപ്പറേറ്റ് ആയിട്ട് വിൽക്കുന്നത്. 2 കണ്ടാൽ നമുക്ക് മനസ്സിലാവും. മെയിൽ ക്രാബ് ആകുമ്പോൾ അതിൻ്റെ കാലിന് നീല ഷെയ്ഡ് ഉണ്ടാവും, പക്ഷെ ഫീമെയിലിനാകുമ്പോൾ അത് ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾ അവിടുന്ന് 2 കിലോ ഫീമെയിൽ ക്രാബ് വാങ്ങിയിട്ടാണ് പോയത്. ഇപ്പുറത്തിരിക്കുന്ന മെയിൽ ക്രാബ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ഡിന്നർ കഴിക്കാനായിട്ട് അൽസാജ് റെസ്റ്റോറൻറ്റിലാണ് എത്തിയത്. ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് ഇതൊക്കെയായിരുന്നു. ഇത് സീ ഫുഡ് പ്ലാറ്ററാണ്. ഇത് ആക്ച്വലി നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അല്ലുവിന് സ്ക്വിഡ് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് ആ കഴിക്കുന്നത്. പിന്നീട് ഞങ്ങൾ ഓർഡർ ആക്കിയ ഫുഡ് അവിടുത്തെ സിഗ്നേച്ചർ ഫുഡായ ലഹ മഷ്വി ആയിരുന്നു. അത് മട്ടനിലാണ് ഞങ്ങൾ പറഞ്ഞത്. മട്ടനിലും ഉണ്ടായിരുന്നു, ബീഫിലും ഉണ്ടായിരുന്നു. ഞാൻ മട്ടൻ എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു, ബട്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല സോഫ്റ്റ് മീറ്റായിരുന്നു. പിന്നീട് ആ ഫിഷ് പ്ലേറ്റിൻ്റെ കൂടെ വരുന്ന ഒരു ഫിഷ് പൊള്ളിച്ചതും കൂടെ ഉണ്ട്, അതിൽ ഇൻക്ലൂഡഡ് ആണ്. അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ റെഗുലറായിട്ട് വാങ്ങിക്കുന്ന ഒരു സാധനമാണ് ഈ സീ ഫുഡ് പ്ലാറ്റർ. പിന്നീട് ഞങ്ങൾ അവിടുത്തെ സിഗ്നേച്ചർ ഡിഷായ ഒരു ഡെസേർട്ട് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്, ജാക്ക് ഫ്രൂട്ട് ഡിലൈറ്റ്. അത് കഴിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പാഴ്സൽ ചെയ്തെടുത്തു. പിന്നെ അവിടെ മാളിൽ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നേരെ വീട്ടിൽ പോയി. ഇത് കണ്ടില്ല, ഒന്നിനെയും പേടിയില്ലാത്ത ഒരാൾക്ക് ഒരു ഒക്ടോപ്പസിനെ കണ്ടപ്പോൾ ഇത്രയും പേടിയോ. അവിടുന്ന് ഫിഷ് വാങ്ങിക്കാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ലുലുവിൽ വന്നിട്ട് ഫിഷും കൂടെ വാങ്ങി വീട്ടിൽ പോയി. താങ്ക്സ് ഫോർ വാച്ചിങ്.